മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഇത് മൂത്തതമ്മ. വേറെ എടുക്ക്. ஆமா இது வேண்டாம். அம்மா இந்த சாம்பார் வைக்கணும்னா எல்லா கஷ்ணமும் தேவை, அல்லைன்னா சாம்பார் மாதிரியே இருக்காது. അത് സാമ്പാർ മാത്രമല്ല, ഏത് കറിയായാലും അങ്ങനെ അതിന് ചേർക്കേണ്ടുന്ന ചേരുവകളെല്ലാം ചേർത്തെങ്കിലേ അത് നല്ലൊരു കറി ആവത്തുള്ളൂ. ഇതൊന്നും ഇങ്ങനെ നോക്കുന്നേ? ஒன்றும் இல்லை, பிள்ளைங்க சொல்றது ரொம்ப கரெக்டுன்னு யோசிச்சேன். പിള്ളകൾ എന്തുവാ ചൊല്ലുന്നത്? அம்மா கிட்ட ஏதாவது ஒரு விஷயம் சொன்னா அவ்வளோதான், அதை பிடிச்சு அப்படியே பெருசு பண்ணிடுவாங்கன்னு அவங்க எப்பவுமே சொல்லுவாங்க. ഓഹോ, അപ്പൊ ഞാനില്ലാത്തപ്പോ നിങ്ങളെല്ലാരും കൂടി എന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. என்னம்மா இது, நாங்க பேசுவோம் அவ்வளோதான், நீங்க அதை வச்சு இனி ஒன்றும் சொல்லாதீங்கம்மா. എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. നീയും ഇപ്പൊ അവരുടെ കൂടി എന്നെ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. என்னம்மா இது, நான் எல்லாம் குத்தம் எல்லாம் சொல்லல, பேசுவோம் அவ்வளோதான். என்னம்மா இது? എനിക്ക് മനസ്സിലായി. അല്ല என்ன മനസ്സിലായി? ஐயோ இங்க பாருங்க. விடு அப்படி சொல்லாதீங்க, செல்லோல்ல. அப்படி ஒன்றும் சொல்லണ്ട. விடு செல்லம் சொல்லும். சொல்லும் ഒന്ന് വിടുന്നുണ്ടോ? ഇല്ല, വിടമാട്ടെ. എന്തോന്നത് രാവിലെ തന്നെ സ്നേഹപ്പെടാനോ രണ്ടുപേരും കൂടെ? എന്തിനാ? നിങ്ങളെ പോലല്ല, കനകത്തിന് എന്നോട് നല്ല സ്നേഹമുണ്ട്. കയറി വരണ്ടായിരുന്നു. അമ്മൂമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കനകാന്റെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീറ്റിട്ട് മണ്ടക്കട്ടെല്ലാം അവിടെ കെട്ടിപ്പറക്കി എടുത്ത് നേരെ അങ്ങ് പോവും. എങ്ങോട്ട്? മധുരയിലോട്ട്. പിന്നെ നമ്മളെ കാണുള്ളൂ അമ്മൂമ്മയ്ക്ക്. അങ്ങനെ ഒന്നും കനകം പോകത്തില്ല. എൻ്റെ കാലം കഴിയുന്നത് വരെ കനകം എന്നോടൊപ്പം ഇവിടെ കാണും. അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ പറ്റില്ല അമ്മൂമ്മ. മനുഷ്യന്റെ സ്വഭാവമാണ്. ഏതാ ഇത്ര സമയം മതി ആള് മാറാനായിട്ട്. കേശോ, അല്ല ഞാൻ ചുമ്മാ മറ്റേ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് വിട്, ഞാൻ അത് ചോദിക്കാനല്ലേ വന്ന. അമ്മൂമ്മ, എന്റെ ചേച്ചി എവിടെ പോയി? അവള് കാക്കനാട്ട് പോയി. കാക്കനാട് പോയോ? എന്തിനു പോയി? എപ്പോ പോയി? അതെ, സിദ്ധുവിന്റെ ഒരു കൂട്ടുകാരനെങ്ങാണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് അത് മേടിക്കാൻ പോയതാ. ഇതൊക്കെ എപ്പോ നടക്കണേ? ഞാൻ അറിയണില്ലല്ലോ ഒന്നും. ഇന്നക്ക് കാലയില അപ്പത്താ സിദ്ധു കൂപ്പിട്ടാ. എന്നാ പിന്നെ എന്നോട് വിളിച്ചിട്ടായിരുന്നോ? ഞാനിവിടെ പോയില്ലായിരുന്നോ? ഓ, ഞാൻ ഉറങ്ങുമായിരുന്ന. എന്നാലും കുഴപ്പമില്ലായിരുന്നില്ല. 2 തട്ടിട്ടേ ഞാൻ ചാടി എണീക്കൂലേ. പാവം ചേച്ചി, ഇനിയിപ്പോ അതെല്ലാം അവിടെ ഒറ്റയ്ക്ക് തൂക്കിക്കൊണ്ട് വരണ്ടേ? டே, நீ தூங்கல இல்ல, நீ அப்ப போன்ல பார்த்துட்டு உட்காந்துட்டு இருந்தா. அப்பதான் லெச்சு போனா. ഫോണിനെ പാത്തിട്ട് உட்காந்துட்டு இருந்தா அந்த ஃப்ரெண்ட் ரூம்ல. എന്നിട്ട് എന്നെ വിളിച്ചില്ലേ? എടാ, അതെന്താ കാര്യം എന്നറിയാവോ? അയാൾ വിളിച്ചിട്ട് പറഞ്ഞ അയാൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ എന്തോ ബന്ധുവിൻ്റെ കല്യാണം, അതങ്ങ് കോഴിക്കോടങ്ങാണ്ട. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളെന്ന്. അപ്പം പിന്നെ അത് വേണ്ടി കാത്തിരിക്കണ്ടല്ലോ, അങ്ങനെ പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞാൽ അവള് പോയതാ. അവനങ്ങ് ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂലല്ലോ. എന്നോട് വിളിച്ചോണ്ട് പോയായിരുന്നല്ലോ. ഇപ്പോഴല്ലേ കാര്യമൊക്കെ മനസ്സിലാവണത്. നിനക്ക് എന്ത് കാര്യം മനസ്സിലായി? എന്നെ നൈസിലങ്ങ് ഒഴിവാക്കിയിട്ട് പോയതല്ലേ ചേച്ചി? എടാ, അതൊന്നും അല്ല. ഒരാഴ്ച കഴിഞ്ഞല്ലേ ഇനി അങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ അങ്ങ് പോയതായിരിക്കും, പെട്ടെന്ന് വിളിച്ചപ്പം. ശരി, ഞാൻ വിശ്വസിച്ചു. പോരെ. പോട്ട്. ഇപ്പൊ എന്തായാലും സാധനമൊക്കെ ഈ വീട്ടിലോട്ട് തന്നെയല്ല പറഞ്ഞേ. നമുക്ക് ഗുണമെല്ലാം കാണും അല്ലേ അമ്മൂമ്മ? കാണുമായിരിക്കും. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. டே கேசு, நீ லெச்சு கிட்ட சண்டை போடாம ரொம்ப பாசமா இரு. சித்து நிறைய பொருள் எல்லாம் அனுப்பியிருக்காங்கல்ல, அதுல உனக்கு பிடிச்சதெல்லாம் இருக்கும். நீ அன்பா சோப்பெல்லாம் போட்டு அப்படி இருந்தனா உனக்கு பிடிச்சதெல்லாம் எடுக்கலாம். അൻപാ സോപ്പിട്ട് ഞാൻ ചാച്ചിയ നോക്കി ഇരുന്നാച്ചാലേ മതി. പിന്നെ ലേല ഈടാട്ടെ ചേച്ചി നൈസിൽ എൻ്റെ അടുത്ത് ഒരു കാര്യം അങ്ങനെ പറയണില്ല. ഞാൻ തള്ളി നീക്കി ഇറത്തിയാണ്. കുഴപ്പമില്ല, ആനൊക്കെ ഞാൻ മുക്കിക്കോളാം. സോപ്പിടലും പരിപാടിക്കുന്നു നമ്മളെ കിട്ടൂല. സോപ്പിട്ട് നമ്മളെ കണ്ടിട്ടില്ലല്ലോ ഇന്നവരെ 25 പൊട്ടി. പിന്നെ என்னம்மா இது இப்படி சொல்லிட்டு போறான்? അതൊന്നും കാര്യമാക്കണ്ട, അത് ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അതായത് മെർലിനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് അവിടെ വന്നത്. ജംഗ്ഷനിൽ വന്നത്. എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരു 2 മണിക്കൂർ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്തു. 2-3 തവണ നിന്നെ കോൾ ചെയ്തോ? നീ എടുത്തില്ലല്ലോ. അപ്പോൾ എടുക്കാത്തപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു കാണും? സ്വാഭാവികമായിട്ടും നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റി കാണില്ല. അതുകൊണ്ട് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിങ്ങ് വന്ന് അത് കഴിഞ്ഞ് നീ വരുമെന്ന് ഞാൻ കണ്ടോ? ഓക്കെ അത് കഴിഞ്ഞല്ലോ. ഓക്കെ, അടുത്തത്
രാത്രി മെസ്സേജ് അയക്കാത്ത അത് രാത്രി നീ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കാണാഞ്ഞത് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ മരിച്ചു ഉറങ്ങൂല്ലേ എന്നെ? ആ എൻ്റെ പൊന്നു പറഞ്ഞേ, എനിക്ക് സമയമില്ലാത്തോണ്ട് നിനക്ക് മെസ്സേജ് അയക്കാൻ സമയമില്ലാത്തോണ്ടല്ല നീ അത്. ഇല്ല ഇല്ല ഞാൻ ഒരു 5 മിനിറ്റ് നീ ഒന്ന് സമാധാനപ്പെടുന്നില്ല, ഞാൻ വിളിക്കാം. ആ ചേട്ടാ, മെർലിൻ ചേച്ചിയാണോ? തന്നെ. മെർലിൻ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയ? ബ്രേക്കപ്പാ? ബ്രേക്കപ്പ് നീ തുപ്പടി, 3 തവണ തുപ്പടി, തുപ്പ്. ആ അല്ല പിന്നെ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടൊന്നുമില്ല. അത് മറ്റേ അവളുടെ കണ്ട ഏതൊക്കെയോ ബന്ധുക്കടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി നടക്കണം. ഞാൻ തരികയെ എന്നിട്ട് അവള് പറയണത് അവൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ എൻ്റെ സമയമില്ല പോലും. ഇല്ലേ? പൊടി ചേട്ടാ, ആണല്ലേ ചേച്ചിയാണെന്ന് തോന്നുന്നു. കനകാന്റെ അമ്മൂമ്മോൾ, എന്റെ ലച്ചു ചാച്ചി വന്നേ. ചേച്ചി വന്നേ. ചേച്ചി എവിടെ ചേച്ചി? എവിടെ എടുക്കട്ടെ? ഞാൻ എടുക്കാം. നീ എന്താടാ ആദ്യമായിട്ടാണോ പെട്ടി കാണണേ? ആദ്യമായിട്ട് കാണുന്ന പിള്ളേരെ പോലെ പെരുമാറണ്? അല്ല അതുകൊണ്ടല്ല, പിന്നെ ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്തു നോക്കി വെറുതെ നടുപടിക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ വന്നെടുത്തല്ലേ. ഓ, ഞാനിപ്പോ വേറെ വല്ല സാധനമാണ് ചുമന്നുകൊണ്ട് വന്നിരുന്നെങ്കിൽ നീ ഇപ്പൊ സഹായിക്കാൻ ഓടി വരുമായിരുന്നോ? അതെന്തൊരു വർത്താനം ചേച്ചി. അല്ല ചേച്ചി എന്തുപറ്റി പോയപ്പോ എന്നെ വിളിക്കായിരുന്നു? ബെസ്റ്റ്. ഇവിടുന്നേ പെട്ടി ചുമന്നുകൊണ്ട് പോണതിന് തുല്യാണ് നിന്നെയും കൂട്ടിക്കൊണ്ട് പോയി കയറി. പിന്നെ ഞാൻ നോക്കിയപ്പോ നീ ഫോണിന്റെ അകത്ത് കയറിയിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനെന്തിനാ എന്റെ ചെലവ് കൂട്ടണേ? മക്കള് പെട്ടെന്ന് ഇങ്ങ് വന്നല്ലോ. ആ മുമ്പേ സജിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒടുക്കത്തെ തിരക്ക്. കസിൻസും പിള്ളേരും വീട്ടുകാരും ബന്ധുക്കാരും നാട്ടുകാരും മൊത്തം ഉണ്ട് ആ വീട്ടില്. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. കുറച്ച് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സാധനം എടുത്ത് ഇങ്ങ് പോന്ന്. ഏത് സജി? എടാ സിദ്ധുവിന്റെ ഫ്രണ്ട് സജി. അങ്ങനെ വീട്ടിലാണോ പോയേ? അറിയാൻ പാടില്ല, എന്നിട്ട് വെറുതെ കയറി വരുവാ. നമുക്കെന്തര്, നമുക്ക് ഇവിടെ പെട്ടി കിട്ടിയാ പോരെ? കുലിക്കല്ലേ, ഡാമേജ് ആവും. അയ്യോ സോറി ചേച്ചി, ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളേ? ഇപ്പൊ തന്നെ അറിയണോ? വേണ്ട, അത് എന്നിട്ട് പൊട്ടിക്കാലോ ഇത്. അപ്പ അറിഞ്ഞാ മതി അല്ലേ ചേട്ടാ? പിന്നെ ഇപ്പൊ പൊട്ടിക്കൂല്ലേ നമ്മള്? ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊട്ടിച്ചാ പോരെ? മതി. ഇന്നാള് സിദ്ധോളെ വിളിച്ചപ്പോഴേ ഒരു ഒട്ടകത്തിന്റെ കുഞ്ഞിനെ തന്നുവിടാന്ന് പറഞ്ഞായിരുന്നു. ഉണ്ടോ ഒട്ടക കുഞ്ഞൊന്നുമില്ല, തൽക്കാലം നീ ഒരു കോഴി കുഞ്ഞിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. അയ്യോ, ഒരു കഴുത കുഞ്ഞുണ്ടായിരുന്നല്ലോ എവിടെ കുഴപ്പത്തിരിക്കണ. ആക്കല്ലേ. ലിച്ചു, സിദ്ധു എപ്പോ വരുവാന്ന് സജി ഏതാവത് சொன்னாളാ? ഞാൻ പറഞ്ഞില്ല ആന്റി, അവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ സിദ്ധുവിന്റെ കാര്യം അത് ഞാൻ വിട്ടു. ഇനിയപ്പോ എപ്പോഴാന്ന് വെച്ചാ വരണമെങ്കിൽ വരട്ടെ. അതെന്നെ പറഞ്ഞ അവരോട് പോകാൻ പറയുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയണോ? ഓക്കെ, എപ്പോഴാന്ന് വെച്ചാ വരട്ടേന്നാ. ലിച്ചു, സിദ്ധുവെ പാക്കണമെന്ന് എനിക്ക് ரொம்ப ആസയാ ഇருக்கு. എന്റെ പൊന്നെ ആന്റി, നമുക്ക് ഈ വിഷയം ഇവിടെ വിടാം. സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ എന്തിനാ അതൊക്കെ വിട്ടെ? ഇവിടെ ഒരുത്തും കുറെ നേരം ഇത്രയും വെയിറ്റ് ഉള്ള ഒരു പെട്ടിയും പിടിച്ചോണ്ട് ഇപ്പൊ ഉണ്ട്. എന്റെ അടുത്ത് ഞാൻ പറയാം പെട്ടി അമ്മക്കാൻ. ഇല്ലല്ല, ഇങ്ങനെ നേരം ഞാൻ പിടിച്ചോളാം. ഞാൻ പിടിച്ചോളാം. സൂപ്പറായിട്ട് കൊണ്ടുപോല. എങ്ങാനും അതുമില്ല, എന്തെങ്കിലും സാധനം പൊട്ടിയ കേശു നിന്റെ വിധിയാണ്. അങ്ങനൊക്കെ പൊട്ടുവോ? സേഫ്. കാത്തു പോടാ. അതിനകത്ത് പൊട്ടുന്ന വല്ലതും ഉണ്ടോ? അതെനിക്ക് എങ്ങനെ അറിയാം? ചിലപ്പോ ഉണ്ടെങ്കിലോ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ അവനെ വരട്ടുന്നേ? അവനെ വരട്ടിയില്ലെങ്കിലേ അവൻ തലയിൽ കയറി തില്ലാനെ കളിക്കും, അതുകൊണ്ട്. തില്ലാന കളിച്ചു. ഇങ്ങോട്ട് തടക്കാനോ? ചേട്ടാ, നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടി പൊളി. പൊട്ടിക്കാൻ പോവല്ലേ? എന്താ എന്ത് കളിക്കാൻ പോണ്? പെട്ടി പൊട്ടിക്കാൻ പോണ്. പെട്ടി പൊട്ടിക്കാനാ? ആരോട് ചോദിച്ചിട്ട്? പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണ്ട. ആവശ്യമില്ല. ഇല്ല. അതെന്താ ചേച്ചി? അത് പിന്നെ പറയാം. നീയേ ഈ പെട്ടി അകത്തോണ്ട് വെച്ച്. അതുണ്ട് വെക്കാന് എന്ത് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, അകത്ത് വെക്കാലോ. ഞാൻ പിടിച്ചോളാം. അങ്ങോട്ടും ഇങ്ങോട്ട് പോണു. അതുകൊണ്ട് വെക്കാൻ പോണ. ആ അകത്തല്ല, ഈ അകത്ത്, എന്റെ റൂമില്. അല്ല, ആകത്തായാലും ഈ അകത്തായാലും എന്നെ അകത്തല്ലേ? കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട, പറയണങ്ങ് ചെയ്താ മതി. അപ്പൊ അപ്പുറത്തെ റൂമിൽ കൊണ്ട് വെക്കേനെ? ആ,
ലച്ചുവിന്റെ മുറിയില്. ലച്ചുവിന്റെ മുറിയാ? ആ ചേച്ചി പിന്നെ പെട്ടി പൊട്ടിക്കണ്ടേ? എന്ത് പെട്ടി പൊട്ടിക്കണ്ടേന്ന്. അതൊക്കെ മോശമല്ലേ പാറു? പെട്ടി പൊട്ടിക്കുന്നതിന് എന്ത് മോശം? അത് ശരി, കുഴിപ്പളത്തേക്ക് വേണ്ടി തന്നു വിട്ട പെട്ടി അത് നമ്മൾ പൊട്ടിക്കുന്ന മോശമല്ലേ? ആണോ? പിന്നെ അല്ലാണ്ട്. എങ്ങോട്ടത്തേന് തന്നു വിട്ട പെട്ടിന്ന്? കുഴിപ്പളത്തേക്ക്. കുഴപ്പത്തോട്ടാ? അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന പെട്ടിയല്ലേ അത്? അവിടുന്ന് അയച്ചെടുത്ത സാധനം മൊത്തം ഇങ്ങോട്ടേക്കുള്ളതാണ്. ഇതവിടെ പോയിട്ടേ പൊട്ടിക്കുന്നുള്ളൂ. പിന്നെ സിദ്ധു പ്രത്യേകം പറഞ്ഞതാണ് ഈ പെട്ടി ഇന്ന് തന്നെ കുഴിപ്പളത്തെത്തിക്കണം. லெச்சு அப்படி இருந்தேனா அந்த பொட்டியை அங்கேயே கொண்டு போய் வச்சுட்டு வர வேண்டியதானே? எதுக்கு இங்க எடுத்துட்டு வந்த? ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയ കുഴപ്പമൊന്നുമില്ലല്ലോ. ആന്റി, ഇവിടെ കൊണ്ടുവന്ന് ഷോ കാണിക്കാതെ പെട്ടിയും കൊണ്ടുപോയാലേ ചേച്ചിക്ക് സമാധാനം കിടത്തില്ല. എന്തോന്ന്? അല്ല, സന്തോഷം കിടത്തില്ലെന്ന്. ആർക്ക്? നമുക്കെല്ലാവർക്കും. പാറുവേ, ഞാനും വിചാരിച്ചു ഇങ്ങോട്ടൊക്കെ അതാണ്ടല്ലോ കൂടെ വാരിക്കെട്ടി കൊണ്ടുവന്നായിരിക്കുമെന്ന്. ഇങ്ങോട്ട് കുറെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിന്റെ സ്നേഹമൊന്നും തിരിച്ചങ്ങോട്ട് ആർക്കുമില്ല. എന്ത് വർത്താനം ചേച്ചി പറഞ്ഞേ? എന്ത് വർത്താനാണത്? ചേച്ചി പറഞ്ഞതിന് അർത്ഥം എന്തിനാണ്? ഓ, നമ്മൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അളിയൻ്റെ അടുത്ത് ഒത്തിവിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ വിളിക്കത്തൊന്നും ഇല്ലെന്നല്ലേ? അതല്ലേ ചെയ്യാറുള്ളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നീ സിദ്ധുവിനെ വിളിക്കും, അല്ലാതെ എപ്പോഴാണ് നീ വിളിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ല സിദ്ധുവിനെ വിളിക്കേണ്ട കാര്യം എന്തിനാണ്? അല്ലെങ്കിൽ തന്നെ പുള്ളി അവിടെ നല്ല ബിസി ആയിട്ടുള്ള മനുഷ്യല്ലേ, ഞങ്ങളൊന്ന് വിളിക്കണം എന്തിനെ? സിദ്ധോളെ ഭയങ്കര തിരക്കാ. കൊച്ചിനെയും ഭാര്യയും കാണാൻ പോലും സമയമില്ല. നിന്റെ അടുത്ത് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാ? അഭിപ്രായം ചോദിച്ചാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതെന്ത് കോടതിയാ? കോടതിയിൽ മാത്രം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? നീ കോടതിയിൽ പോയിട്ടുണ്ടോ? സ്ഥലം കണ്ടാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പാറുവേ, നോക്കിക്കോ, അറിഞ്ഞു ഒരെണ്ണം തന്നതല്ല നിന്റെ ഈ സംസാരം ഇപ്പൊ ഇവിടെ നിൽക്കും. വലിയ വാല് സംസാരിക്കാൻ വന്നേക്കുന്നു. കറിയാൻറ്റി, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യര് വിശന്നിട്ട് വയ്യ. இருக்கு லெச்சு, நான் இப்பவே கொண்டு தரேன். എന്തിനാ സ്വന്തമായിട്ട് പോയി കഴിക്കിട്ട്? സമീരടാ. ഓ, ഞാൻ പേസാമ ഇരിക്കണം. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു പറഞ്ഞോണ്ട് കേട്ടാ. നിന്ന് സമാധാനപ്പെട്. പെട്ടു കൊണ്ടുവന്ന ചാടയെ കാണിക്കുന്നത്. എനിക്ക് എന്തൊക്കെയോ വായു വരുന്നുണ്ട്. അയ്യോ, ചേച്ചിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സിദ്ധുവോ ഇങ്ങോട്ട് വരുന്നില്ല, വല്ലപ്പോഴും സിദ്ധു കൊടുത്തു വിടുന്ന പെട്ടിയാ ഇങ്ങോട്ട് വരുന്നത്. അതിന്റെ ചാടയായി കാണിക്കുന്നത്. മക്കൾ മിണ്ടാതിരുന്നാൽ മതി, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. ചില സമയം ഭയങ്കര ഷോ, ചില സമയം ഭയങ്കര സ്നേഹം. ഇതെന്തിന്റെ കുഞ്ഞാണോ? ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ഈ പെട്ടിയുടെ കാര്യം പറഞ്ഞ് ചേച്ചി അടുത്ത് മിണ്ടിപ്പോരുത്. പെട്ടിയുടെ കാര്യം എന്റെ പട്ടി മുട്ടും ചേച്ചിയെടുത്തു. കേശു, ഈ ചർച്ച ഇവിടെ വെച്ച് നിർത്തിയേ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയേ. അമ്മ എങ്ങോട്ടെല്ലാം പോകാൻ പോ. പെട്ടിയും പോയി അടിയും കിട്ടി. എന്തൊരു സമയം മോശം. പാറോ, ഞാൻ എന്തായിരിക്കും പെട്ടിയിൽ? എനിക്കറിയാം. എന്താ? മിഠായി ആയിരിക്കും. ഓച്ചേ. கேசு, என்னடா இது? இப்படி கோவப்பட்டுட்டு என்ன பிரயோஜனம்? லெச்சு ചേച്ചി வந்து കുഴിപ്പളത്തിലെ കൊണ്ടുപോവാ വെച്ച പെട്ടി താനേ, അതിനാണ് താനേ അവ അപ്പടി കോവപ്പെട്ടാ. അതിനിപ്പോ ഞാൻ ആ പെട്ടി എടുത്ത് പാറുണ്ടാക്കളഞ്ഞ, അല്ലെങ്കിൽ അടുപ്പത്തെടുത്ത് വെച്ചാ? ഇല്ലല്ല, തൊട്ടല്ലേ ഉള്ളൂ. എടാ, ഞാൻ നിന്നോട് എന്തുവായിരുന്നു പറഞ്ഞേ? നീ എന്തിനാ അതി തൊടാൻ പോയേ? അമ്മൂമ്മ, ഒരു സാധനം ഒരു വീട്ടിൽ ഇരിക്കുമ്പോ, ഉദാഹരണത്തിന് ഈ സ്ലാബ് ഇത് ഈ വീട്ടിൽ ഉണ്ടേ, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടോ പോകുമ്പോ ഒന്ന് തൊട്ടോ തലോടിയോ പോവും. അതേപോലെ തന്നെ പെട്ടി ഒന്ന് തൊട്ടാൻ പോയി, ഭയങ്കര പ്രശ്നം. ഇപ്പൊ ആരും ആ പെട്ടി തൊടാതിരിക്കണെങ്കിൽ അതെടുത്ത് വല്ല കാണാത്ത സ്ഥലത്ത് കയറ്റി വെക്കാൻ പറ. ചേട്ടാ, എന്താ ഞാൻ അവിടെ ചുമ്മാ ഇരിക്കായിരുന്നു. അപ്പൊ ചേച്ചി വന്നിട്ട് എന്നെ തുറച്ചു നോക്കുന്നത്. അപ്പൊ ഞാനും തിരിച്ച് തുറച്ചു നോക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് ചുമ്മാ ദേഷ്യപ്പെടുന്നു. ഒരു പെട്ടി കൊണ്ടുവച്ച എന്റെ പേരില് നമ്മളെടുത്ത് ദേഷ്യപ്പെടുന്നു. കഴിഞ്ഞ പറഞ്ഞാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയണം. അവിടെ നിന്ന് എന്നെ നോക്കി കണ്ണു പിടിച്ചോണ്ട് വന്നപ്പോഴേ അറിയാമെന്ന് കുറ്റം പറയാൻ വന്നായിരിക്കുമെന്ന്. അതെ, 1 മണിക്കൂർ എനിക്ക് സമയം തരണം. ഞാൻ ആ പെട്ടിയും കൊണ്ട് പൊക്കോണം. லெச்சு, சின்ன பிள்ளைங்க தானே, அவங்களுக்கு அந்த பெட்டிக்குள்ள என்ன இருக்குன்னு பார்க்க ரொம்ப ஆசையா இருக்கும். ആർക്കാഗ്രഹമെന്ന്? കൊച്ചുപിള്ളേർക്ക് ആഗ്രഹം പോലും. വല്ലയിടത്തും കൊണ്ട് വെക്കാനുള്ള പെട്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഷോ കാണിക്കുക. എല്ലായിടത്തും വെക്കാനുള്ള പെട്ടിയാ കൊച്ചേ? അത് സിദ്ധുവിന്റെ വീട്ടിലേക്കുള്ള പെട്ടിയാണ്. സിദ്ധുവിന്റെ വീട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ വീട്, എന്റെ വീട് എന്ന് പറയുമ്പോഴത്തേക്ക് നിന്റെ കൂടെ വീടാ. ചേച്ചി കൊച്ചിനെ പറഞ്ഞില്ല, കൊച്ചിനെ തൊട്ടോണ്ടല്ലോ. ശരി, കൊച്ചിനെ തൊടുന്നില്ല, നിന്നെ തൊടാ. തൊട്ടു എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യും? ലച്ചു, നീ അപ്പുറത്ത് പോയേ. അമ്മൂമ്മയല്ലേ പറയുന്നത്, മക്കള് പോയേ.
നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ. ലച്ചു അയ്യാ അമ്മൂമ്മേനെ അല്ല ഇവരെ ഉദ്ദേശിച്ചേ. അല്ല അമ്മൂമ്മ, നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ എന്നാണ് പറഞ്ഞത്. കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയും പെടും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഈ 2 കൂട്ടത്തിലാണ് ഉദ്ദേശിച്ചുള്ളൂ. ആ അതെങ്ങനെ? അങ്ങനൊന്നും പറ്റൂല, എല്ലാരും പെടും. ആ ലച്ചു എന്റെ പൊന്നമ്മ, ആദ്യം ഞാൻ ഇവരെ തമ്മിലുള്ള വഴക്ക് തീർക്കട്ടെ, എന്നിട്ട് അങ്ങോട്ടേക്ക് വരാം. അതെ എടാ, നിനക്ക് കുളിപ്പുണ്ടോടാ? നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തോരം സാധനങ്ങളാ പാവം പിടിച്ച സിദ്ധു അയച്ചെന്നുണ്ട്. കഷ്ടം തന്നെ. അതിന് അളിയനെ ആരെന്ത് പറഞ്ഞ്? അങ്ങേര് പാവം. ഓ അങ്ങേര് പാവം, ഞാൻ ഭയങ്കര സാധനം അല്ലേ? എടാ എടാ, ഞാൻ അങ്ങേരെ കെട്ടിയത് കൊണ്ടാണ് സിദ്ധുവായിട്ടുള്ള ബന്ധം നിനക്ക് വന്നത്, അത് നീ മറക്കരുത്. സിദ്ധോളിയന്റെ കാര്യം ആലോചിക്കുമ്പോ പാവം തോന്നും. ഓഹോ, സിദ്ധു എന്നെ കെട്ടിയത് അബദ്ധമായി പോയെന്നല്ല നീ ഉദ്ദേശിച്ചത്? എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? നിന്റെയൊക്കെ ചേച്ചിയായി ജനിച്ചത്. എടാ കേശു, എന്താ നിന്റെ പ്രശ്നം? അവള് കുഴിപ്പളത്ത് കൊണ്ടുപോകാൻ വെച്ചേക്കുന്ന സാധനം ആയതുകൊണ്ടല്ലേ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ട് നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ. അമ്മൂമ്മ, അത് പ്രശ്നമാണ്. ഇവിടെ ആര് പറഞ്ഞേ? ചേച്ചി പറഞ്ഞത് ഉള്ള കാര്യം തന്നെ. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാല് സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചു, ഞാൻ പൊട്ടിക്കാൻ പോയി. അപ്പൊ ചേച്ചി എന്ത് പറഞ്ഞേ? എടാ അത് പൊട്ടിക്കല്, കുഴപ്പമുള്ള സാധനമാണ്. ഞാനത് കേട്ടു എന്നും പറഞ്ഞുകൊണ്ട് അത് തൊട്ടാ പ്രശ്നം, നോക്കിയാ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കുവോ? ഫുള്ള് ദേഷ്യപ്പെടലോടെ ദേഷ്യപ്പെടൽ. ഈയിടെയായിട്ട് സിദ്ധോളെ നമുക്ക് വാങ്ങിച്ചായിരുന്ന പോലും ചേച്ചിക്ക് ഇഷ്ടമല്ല. അതെ, പണ്ടൊക്കെ ലച്ചേച്ചി അങ്ങോട്ട് പറയുമായിരുന്നു, സിദ്ധുവേ പിള്ളേർക്ക് എന്തെങ്കിലും സാധനം വല്ലതും മേടിച്ചോണ്ട് വാന്ന്. ഇപ്പൊ സിദ്ധുവിളേന് ഇങ്ങോട്ട് ചോദിച്ചാലും പിള്ളേർക്ക് എന്തെങ്കിലും സാധനം മേടിച്ചോണ്ട് വരട്ടാ, അയ്യോ വേണ്ട എന്ന് പറയും. கேசு லெச்சு அப்படி சொல்றது நீ எப்பவாது கேட்டிருக்கியா? കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ അങ്ങനെ പൂർണ്ണമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ടെന്ന് വെച്ചിട്ട് കൂട്ടി വായിക്കാനുള്ള ബോധമൊക്കെ നമുക്കുണ്ട്. അങ്ങനെ കൂട്ടി വായിക്കണ്ട മോനെ, കേട്ടോ? എടാ, സിദ്ധു ആണെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കുന്നതിന് കണക്ക് നോക്കാറുണ്ടോ? പൈസ നോക്കാറുണ്ടോ? ലച്ചു ആണെങ്കിലോ അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മേടിച്ചു തരാൻ അവനെ കൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞ് മേടിപ്പിക്കാറില്ലയോ? നമ്മുടെ വീട്ടിലെ കൊച്ചാണെങ്കിലും അവൻ വേറൊരു കുടുംബത്തിൽ നിന്ന് വന്നു കയറിയതാ. അവനെ കൊണ്ടേ ഇങ്ങനെ പൈസ ചെലവാക്കിപ്പിക്കുന്നത് ശരിയല്ല, അത് മര്യാദയല്ല. ശരിയല്ല, മര്യാദയല്ല. അതിനോട് എന്റെ അളിയനെ ആരെന്ത് പറഞ്ഞ്? അളിയൻ പാവം പിഞ്ചു വയല്. മൊത്തം പ്രശ്നത്തിൽ കയറാൻ ലച്ചേച്ചിയാണ്. ചേച്ചി ഒരുപാടങ്ങ് മാറിപ്പോയി. ഈ ചിലവരുണ്ടല്ലോ അമ്മൂമ്മ, കാശ് വരുമ്പോഴേ കാശിന്റെ ഹുങ്ക് കാണിക്കും. ഹുങ്ക് കാശ് വരുമ്പോ സഹോദരങ്ങളെ അവരെ മറക്കും. എന്തിനാ ഇങ്ങനെ കിടന്നലർന്നേ? കേക്കട്ടെ പിന്നെ വലിയ ബാക്കി അവിടെ പറഞ്ഞിട്ട്. இவனுக்கு என்ன ஆச்சம்மா அப்போ? ഒരു പെട്ടി വരുത്തി വെച്ചവനെ, നീ ഒറ്റ വരുത്തിയത് ഇത്ര വഷളാക്കിയത്. ചെറുക്കനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു എരി കയറ്റിച്ച്. ഞാനെന്തോ ഇത്? ഞാനൊന്നും ചെയ്തില്ല. നോക്കുന്നുണ്ടല്ലോ ഉണ്ട കണ്ണി. എന്തുവാ നോക്കണേ? ഈ നോട്ടം കാണുമ്പോഴാ എനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ നോക്കണേ. അതെന്തിങ്ങനെ വിളിച്ചു പറയാൻ തോന്നേ? ഇത് രോഗ, ഡോക്ടറെ കൊണ്ട് കാണീരി. വഴക്കൂടാന്ന് എനിക്ക് സമയമില്ല, ഞാൻ കുഴിപ്പളത്തേക്ക് പോവാ. കുടിപ്പളത്ത് പോകാമെന്ന്. പോട്ട് പോട്ട്. അമ്മൂമ്മേ, അമ്മൂമ്മേ, ഓ ഞാൻ ഇറങ്ങുവാ. லெச்சு நீ இப்பவே கிளம்பிட்டியா? ഇപ്പൊ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ അവിടെ എത്താലോ. മക്കള് പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരുമോ? പോയിട്ട് ഇന്ന് തന്നെ വരുന്ന ഭയങ്കര മോശമല്ലേ അമ്മൂമ്മേ? ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം. എന്തേ ചിരി അടക്കാൻ പറ്റുന്നില്ലേ? പരീക്ഷയുടെ മാർക്ക് വരട്ടേട്ടാ, അന്ന് ഞാൻ ഇതേപോലെ ഒരു ചിരി അങ്ങ് ചിരിക്കും, നീ കരയുകയും ചെയ്യും. അമ്മൂമ്മേ, ഞാൻ നാളെ വരുമ്പോഴേ എന്തെങ്കിലും മേടിച്ചോണ്ട് പോനെ വീട്ടിലേക്ക്. ഒന്നും വേണ്ട, മക്കള് പെട്ടെന്ന് വന്നാ മതി. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും.
UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഫോണൊന്നും എടുത്തില്ലോ പോയിട്ട്. വേണമെങ്കിൽ എടുത്താ മതി. അതങ്ങോട്ട് മേടിച്ചോണ്ട് വെക്കണേ. ആ സിദ്ധു, ഞാൻ സജിയുടെ വീട്ടിൽ പോയി. പെട്ടി എടുത്തോണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന്, ഇവിടെ പാറമട വീട്ടിൽ. കുഴിപ്പള്ളത്തേക്ക് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റിൽ ഇറങ്ങും. റെഡി ആയിട്ട് നിൽക്കുക. എന്തേ? എന്താ സിദ്ധു, ഞാൻ പറഞ്ഞതല്ലേ ഓണത്തിന്റെ സമയത്ത് കഴിച്ചിട്ടാ മതിന്ന്. ഓണത്തിന് സമയത്ത് അയച്ചാൽ മതി. സദ്യയാണല്ലോ അവിടെ നയിക്കുന്നത് ഓണത്തിന്റെ സമയത്ത്. ആ ശരി, അത് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ഫ്രീ ഞാൻ വിളിക്കാം. ശരി. എന്താ മക്കളെ പറയാമോ മാം? ഈ പെട്ടി ഒന്ന് പറഞ്ഞേ. എന്തോ പെട്ടി ഓർക്കടാ. ഞാൻ ഈ പെട്ടിയല്ലേ? ഓ, എന്റെ ഈ കൈ കൊണ്ട് ഈ പെട്ടി ഞാൻ തൊടൂല. തുറക്കല്ലേ യേശോട്ടാ, നമുക്കുണ്ട് അഭിമാനം. ഓ, പൊന്നുമോൾ അഭിമാനം കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ. കേസു പെട്ടി ഓപ്പൺ പണിടാ. എന്റെ അനിയനാണെങ്കിൽ തുറക്ക്. ചറ പറയാതൊന്നും തുറക്കാൻ പറ്റില്ല. മര്യാദക്ക് നീറ്റായിട്ട് തുറക്കണം. കണ്ടാ ചെറുപ്പം തുറക്കാൻ പറ്റില്ലെന്ന്. എടാ നോക്കിക്കൊണ്ടിരിക്കാ, തുറക്കടാ. തുറന്നപ്പോഴേ പ്രശ്നം കഴിഞ്ഞില്ലേ? മയത്തില് നമ്മൾ ഞാൻ കട്ടർ മേടിച്ചൊന്ന് കട്ട് ചെയ്യണം. അപ്പൊ ഇതെന്തോടെ ഇത് പണിഞ്ഞിട്ട്? മെതുവാടാ. ഞാൻ പറഞ്ഞത് കൊടുക്കാനുള്ള സാധനം ഉണ്ടെന്ന്. லெச்சு, இதுல இங்கேக்குள்ள பொருள் ஏதாவது இருக்கா? നോക്കട്ടെ. ഇത് കുറെ സാധനം ഉണ്ടല്ലോ. ഇത് അങ്ങോട്ടേക്കുള്ളത്, ഇതും അങ്ങോട്ടേക്കുള്ളതാ, ഇതും അങ്ങോട്ടേക്കുള്ളത്. കരയാൻഡി, ഇതേ കരയാൻഡിക്കുള്ളത്. അമ്മൂമ്മേ, ഇത് അമ്മൂമ്മ. ஹாய், இது பாருங்கம்மா, எனக்கு வாட்ச் சித்து கொடுத்து விட்டது. ஐயோ അമ്മൂമ്മേ, ഇത് ശിവാനിക്കുള്ളതാണേ. അമ്മൂമ്മേ, ഇത് സ്വർണ്ണമാല. ആർക്കാ മോളെ? എന്റെ മോക്കുള്ളതാ. ഓ, കല്ലുവിനായിരിക്കും അല്ലേ? അല്ല, എന്റെ മൂത്ത മോക്കുള്ളത്. എന്നാ പിടി കുരുപ്പേ. സ്കൂളിലൊന്നും ഓർമ്മിക്കാതെ ഇട്ടോണ്ട് പോവരുത്. അമ്മൂമ്മ ഒന്ന് സൂക്ഷിച്ചോളണേ. സൂക്ഷിക്കാം. എനിക്കൊന്നുമില്ലേ? അതിന് നീ ഏതാ? നീ ഏതാ? ഏതാ? ഉള്ളോ? സിദ്ധോളി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം തന്നെ കേട്ടോ കൊടുത്തിട്ടേക്കണേ. അളിയന്റെ ഒരു കാര്യം. അളിയന്റെ ഒരു കാര്യം. അളിയനെ എങ്ങനെ അറിയാം നിന്റെ ഇഷ്ടപ്പെട്ട സ്പ്രേ ഇതാണെന്ന്? എടാ മണ്ണോണാപ്പി, ഞാൻ പറഞ്ഞിട്ടാണ് നിന്റെ അളി ഈ വക സാധനങ്ങളൊക്കെ അയച്ചു വിട്ടത്. ഞാൻ ഇപ്പം അയക്കാനല്ല അമ്മൂമ്മ പറഞ്ഞത്. മറ്റേ ഓണത്തിന് സമയമുണ്ടല്ലോ, അപ്പം അയക്കാനാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിഞ്ഞൂടായിരുന്നു അമ്മൂമ്മേ ഈ പെട്ടിക്കകത്ത് ഈ വക സാധനങ്ങളൊക്കെ അവൻ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. അവൻ വിളിക്കുമ്പോഴാണ് ഞാനും അറിയണത്. സിദ്ധോളിന്റെ ഒരു കാര്യം. பாரு, சித்துவலியா மட்டும் இல்ல, லெச்சு சேச்சி சொல்லிட்டு தான் சித்துவலியா எல்லாமே கொடுத்து விட்டுருக்காங்க. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ചേച്ചി എവിടെ പോണു? ഞാൻ കുഴിപ്പുറത്ത് പോകണം. വണ്ടി വിളിച്ചു ചേച്ചി? വണ്ടിയൊക്കെ വിളിച്ച്. ആണോ? ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ കൊണ്ടുപോകാം. അയ്യോ അയ്യോ അനിയ, സഹായിക്കല്ലേ. വേണ്ട നിന്റെ സഹായം, എനിക്ക് അറിയാം ഒറ്റയ്ക്ക് പോവാൻ. പോയിട്ട് എപ്പോ വരും? തോന്നുമ്പോ പെട്ടി ഞാൻ പിടിക്കാം. വേണ്ട, പെട്ടി ഞാൻ പിടിക്കാം. ചേച്ചി വെയിറ്റ് ആണ് ചേച്ചി.
ചേച്ചി ചേച്ചി അമ്മമ്മ പോയിട്ട് വരാ. പോയിട്ട് വാ, എളുപ്പം വരണേ. സൂക്ഷിച്ചോണ ചേച്ചിയുടെ ഒരു കാര്യം. എന്താ ഇനി നോക്കണേ? ഞാനും എന്റെ ചേച്ചിയും തമ്മില് 100 കൂട്ടം പ്രശ്നം കാണും. പക്ഷെ ചേച്ചി എന്റെ ചങ്കാണ്. ആ ചേച്ചിക്ക് അതേപോലെ തന്നെ ചങ്കാണ് ഞാൻ. ഞങ്ങള് തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ ഇടയിൽ കയറി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ തൂക്കിയെടുത്ത് ഞാൻ പറഞ്ഞു കേട്ടേ. ഇതാണ് ശൂലംകുടിയിൽ കേശവ് ബാലചന്ദ്രൻ തമ്പി. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.